കിങ് മേക്കേഴ്സായി NDA ഭരണമുന്നണിയിൽ ഉണ്ടാവുക ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമായിരിക്കും. ചന്ദ്രബാബു നായിഡുവിന്റെ TDP ആണ് BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടി. രണ്ടാമത് നിതീഷ് കുമാറിന്റെ JDU. എന്തായാലും തീർച്ചയായും ഈ രണ്ട് പ്രധാന നേതാക്കളോടും കൂടിയാലോചനകൾ നടത്തിയ ശേഷം മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിർണായകമായ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ഏത് തീരുമാനവും എടുക്കാൻ തീർച്ചയായും ഇവരുടെയും കൂടി നിർദ്ദേശം പരിഗണിക്കേണ്ടതായി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏക സിവിൽ കോഡ്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കടുപ്പമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിതീഷ് കുമാർ നിലവിൽ തന്നെ ഈ രണ്ട് തീരുമാനങ്ങളിലും JDUവിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഗ്നിവീറാണ് അദ്ദേഹം ഒരു പുനഃപരിശോധന വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. സമഗ്രാധിപത്യ ഭരണത്തിന് അന്ത്യം കുറിക്കപ്പെട്ടു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ വകുപ്പുകളുടെയും ഒരു ഏകോപനം പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ കീഴിലേക്ക് വരുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ 10 വർഷമായി കണ്ടത്. അത് ഗുണപരമായും അല്ലെങ്കിൽ ദോഷവും രണ്ട് രീതിയിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സഖ്യകക്ഷികളുടെ മന്ത്രിമാർ വരുമ്പോൾ ആ ഒരു സാധ്യത തള്ളിക്കളയേണ്ടതായി വരും. സഖ്യകക്ഷി മന്ത്രിമാരുടെ വകുപ്പുകളിൽ തലയിടാൻ തീർച്ചയായും BJPക്കോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കുറച്ചുകൂടി സ്വാതന്ത്ര്യം അവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടതായി വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് NDA ഭരണം മുന്നോട്ട് പോകുമ്പോൾ ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പരിഗണന നൽകണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ ആ ആവശ്യങ്ങൾ ചന്ദ്രബാബു നായിഡുവുമാകട്ടെ നിതീഷ് കുമാർ ആകട്ടെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. സാമ്പത്തികമായ പരിഗണനകൾ അല്ലെങ്കിൽ വലിയ പദ്ധതികളിൽ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ മുൻഗണന എന്നിവ നൽകേണ്ടി വരും എന്ന് തന്നെയാണ് BJP അനുമാനിക്കുന്നത്. ഒപ്പം തന്നെയാണ് മുന്നണി മാറാനുള്ള സാധ്യതകൾ. അതിപ്പോൾ JDU ആകട്ടെ അല്ലെങ്കിൽ TDP ആകട്ടെ മറ്റ് ചെറിയ കക്ഷികളാകട്ടെ, ഈ രണ്ട് കക്ഷികളാണ് പ്രധാനമെങ്കിലും അങ്ങനെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം കരുതലോടെ ഒരു ഞാണിന്മേൽ കളി എന്ന പോലെ മുന്നോട്ട് പോകേണ്ട ആവശ്യം ഒരുപക്ഷെ വന്നേക്കാം. അതിനൊക്കെ എങ്ങനെ മോദിയും BJPയും ടാക്കിൾ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും NDA സർക്കാരിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്ക്.